സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സിനിമയിൽ ഇന്നസെന്റ് മദ്യലഹരിയിൽ ധരിക്കാൻ ശ്രമിക്കുന്ന വസ്ത്രം ഏതാണ്? എ ഷർട്ട്, ബി മുണ്ട്, സി ലുങ്കി. തലയിൽ വെച്ച ചെറിയ ചെറിയ പേനിരിക്കും, താഴ്ത്തു വെച്ച ഉറുമ്പിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, മുണ്ടാണ്. ഒരു വെള്ള ഡബിൾ മുണ്ട. ആ ഡബിൾ മുണ്ട് ഇങ്ങനെ നീളത്തിൽ അതിൻ്റെ അതായത് രണ്ട് ഇതാണല്ലോ അടുക്കാണല്ലോ, അതിൻ്റെ ഒരടുക്കങ്ങ് അഴിഞ്ഞു പോയിട്ട് പുള്ളിക്കാരൻ അതിന്മേൽ കിടന്ന് ചുറ്റിപ്പണിയുന്നൊരു സീനൊക്കെ ഉണ്ട്. ഡബിൾ മുണ്ടാണ്. മുണ്ട്. ബി മുണ്ട്. മുണ്ട് എടുത്തിട്ട് പൂട്ടി. ആ ഇരിക്കട്ടെ. ആ ഉറപ്പാണ്. ഇന്നസെന്റിനെ ഇപ്പൊ ലേശം കാണിച്ചു, NF വർഗീസിനെ കാണിക്കാന്ന്. കാണിക്കാന്ന് പറഞ്ഞിരുന്നല്ലേ. NF വർഗീസിന്റെ പ്രജ എന്ന് പറഞ്ഞ സിനിമയില് ലാലേട്ടനോട് ദേഷ്യപ്പെട്ട സംഗീത സംവിധാനം. അത് തന്നെ. അയ്യോ ഉഗ്രം പാട്ടുകളാണ്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ. അപ്പോ നമ്മുടെ NF വർഗീസിന്റെ ലാഹയിൽ വെക്കച്ച. അപ്പോ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാംബർപ്പ തിറഫാൻ അല്ലടോ. ദാണ്ടേ ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് 5:45 ജോണി വാക്കറടിച്ച വാറല്ല, സാക്ഷാൽ ലാഹേല് വക്കച്ചിരുന്ന സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടാ ഈ രാജ്യത്തിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത ദ സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദി സ്റ്റേറ്റ് ക്യാബിനറ്റ്. എടാ ലോകം, എടാ നാറി, നിന്റെ മൂക്കിന്റെ താഴത്ത് കാണുന്ന ഈ പൂടേണ്ടല്ല, അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മുകളിലോട്ട് കയറ്റിയ പേടിക്കുന്ന രാഷ്ട്രീയക്കാരും നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. അതങ്ങ് ബോംബെയില്. നീ കേൾക്കുന്നില്ലടാ നായിന്റെ മോനെ. ഇപ്പൊ ആലോചിക്കണം, ഇത്രയും ലെങ്തി ഡയലോഗ് എങ്ങനെ പറയുന്നല്ലേ. ഞാൻ അത്ഭുതപ്പെട്ടു. ലാലേട്ടനും അതിനകത്ത് ഭയങ്കര ഒരു ഒന്നും പറയണ്ട. ഇന്നലെ പോലും ഞാൻ ആരോ ആയിട്ട് സംസാരിച്ചാ പറഞ്ഞു, ഏതോ ഒരു ഡയറക്ടറുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, കാരണം മോഹൻലാലിന് നിങ്ങൾ എല്ലാവരും വിട്ടേക്കാൻ പറഞ്ഞു, കാരണം പുള്ളിയെ കുറിച്ചൊന്നും സംസാരിക്കരുത്. കാരണം ഈ ഡയലോഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളി സെറ്റിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് പുള്ളി പുള്ളിയുടെ മുഖത്ത് ഇത്രയും ഭാവങ്ങൾ മാറുന്നത്, ഈ ഡയലോഗിന്റെ മോഡുലേഷൻ മാറുന്നത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളി സെറ്റിൽ വരും, സെറ്റ് ആദ്യമേ കഥയുടെ ഒരു സംഭവം മനസ്സിലങ്ങ് ഇടും, എന്നിട്ട് കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വലിയ നീളത്തിലുള്ള ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വായിക്കും, വായിച്ചിട്ട് പുള്ളി തിരിച്ചു കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനിടയിൽ സുഹൃത്തുക്കൾ വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞിട്ട് ടേക്ക് എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, ഈ കാര്യം അടിപൊളിയായിട്ട് അങ്ങ് പറയും. ഫുൾ 2 മിനിറ്റെങ്കിൽ 2, 3 3. അതെ അതെ, അതൊരു ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവ്, വിസ്മയമാണ്. അദ്ദേഹത്തിന്റെ എല്ലാത്തിന്റെ എന്താണ് പേര് തന്നെ വിസ്മയമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു വിസ്മയമാണ്. സത്യം. ബി മുണ്ട്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. നമ്മുടെ ജഗതിച്ചേട്ടൻ്റെ എന്താണ് ഇന്നലെ കാണിക്കാന്ന് പറഞ്ഞു പ്രോമിസ് കൊടുത്തത്? അമ്പിളിച്ചേട്ടൻ്റെ ഒരുപാട് മോഡുലേഷൻ, മറ്റേത് ശബ്ദത്തിന് വ്യത്യാസങ്ങൾ എല്ലാവർക്കും വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്പിളിച്ചേട്ടൻ്റെ വോയിസ് മീശ മാധവനിലെ ഭഗീരഥൻ പിള്ള. അപ്പം അതിൽ കുറച്ചുകൂടി ഗാംഭീര്യമുള്ളൊരു വേഷമാണ്, ഗാംഭീര്യമുള്ളൊരു ശബ്ദത്തിലാണ്. അപ്പോൾ ഭഗീരഥൻ പിള്ളയുടെ സാധാരണ മിമിക്രിക്കാർ ചെയ്യുന്നൊരു ജഗതിച്ചേട്ടൻ അല്ലാത്ത ഒരു ജഗതിച്ചേട്ടൻ. ഞാനൊരു സത്യം പറയട്ടെ, താൻ ഈ കിടന്ന കിടപ്പിൽ തന്നെ ജാകുന്നായരെ തന്നെ മേപ്പോട്ട് കെട്ടിയെടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് മെനക്കേടാകും. ഭഗീരഥമുള്ള പണം കടം കൊടുക്കുന്നത് പുണ്യം കിട്ടാനല്ല, പലിശയ്ക്ക് വേണ്ടിയ. 25 സെന്റ് വയല്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 3 മാസത്തെ അവധി കൂട്ടി തരും, അതിനുള്ളിൽ 4 കൊല്ലത്തെ കുടിശ്ശികെങ്കിലും തീർത്തടച്ചില്ലെങ്കിൽ പിന്നെ ഭഗീരഥൻ പിള്ള കണ്ണീ ചോരയില്ലാത്തവനാണ്, ദുഷ്ടനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ കിടപ്പ് റോഡിലാവും, അവിടെ കിടന്നാവും താൻ ചാകുക. പറഞ്ഞാൽ മനസ്സിലാകരുത്. സവാരി ഗിരിഗിരിയിൽ ഇതാ 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ബിഗ് ബി എന്ന സിനിമയുടെ ഫോട്ടോഗ്രാഫർ ആരാണ്? ക്യാമറമാൻ, ഛായാഗ്രാഹകൻ. എ അമൽ നീരദ്, ബി രാജീവ് രവി, സി സമീർ താഹിർ. രാജീവ് രവി സാർ എന്തായാലും അല്ല. സമീർ താഹിറാണോ അമൽ നീരദാണോ എന്നുള്ളത് മാത്രമാണ്. ഈ ഡയറക്ടർ അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ക്യാമറ ചലിപ്പിച്ചെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അമൽ നീരദാണെന്നുള്ളതാണ്. സമീർ താഹിർ അല്ല, അമൽ നീരദ്. എ അമൽ നീരദാണ് പ്രശാന്ത് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. പൂട്ടി വെച്ച് ഞാൻ അവിടെ ഇരിക്കട്ടെ. ഒരു പാരഡി ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക്
നമ്മൾ സാറിന് പാരഡി ഗാനങ്ങളാണല്ലോ കേട്ടേക്കുന്നത്, ഇതൊരു പാരഡി കവിതയാണ്. കവിത? അതായത് നമ്മളുടെ മലയാളികളുടെ ഒരു വലിയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള, അതായത് മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മടി. ഭയങ്കര മടിയാണ്. അപ്പം അതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും മടിയ, നമ്മൾക്കെല്ലാവർക്കും മടിയ, നാട്ടിൽ പണിയതു ചെയ്യാനിപ്പോൾ ബംഗാളികൾ വേണം, ബംഗാളികൾ വേണം. കൂലിപ്പണിയതു ചെയ്യാൻ മടിയ, വിയർക്കുമൊരു പണി ചെയ്യാൻ മടിയ, കറണ്ട് ബില്ലിൻ കാശു കൊടുക്കാൻ ക്യൂവിൽ നിൽക്കാൻ മടിയുണ്ടേലും, ആധാർ കാർഡ് അത് വാങ്ങാനായി ക്യൂ നിൽക്കാനും മടിയുണ്ടേലും, എത്ര ദിവസം എത്ര നേരം പൊരിവയിലെത്തും പൊരിമഴയെത്തും, ബിവറേജസിൻ ക്യൂവിൽ നിൽക്കാൻ മടിയില്ലാത്തവരാ നമ്മൾ മലയാളീസുകളാ. മാത്രമല്ല മടി മാത്രമല്ല, മര്യാദയുണ്ട്. അതെ അതെ, നല്ല മര്യാദ, അടക്കം, ഒതുക്കം, സമാധാനം. അർത്ഥവത്തായിട്ടുള്ളൊരു കവിതയാണ് ഇപ്പൊ പാടിയത്. കാരണം ഒരു കവികൾക്ക് ഇതുവരെ മനസ്സിൽ ചിന്തയിൽ പോലും വരാത്തൊരു കാര്യമാണ് ഇപ്പൊ പാടിയത്. ഗംഭീരമായിരുന്നു. എ അമൽ നീരദ്. അമൽ നീരദ് ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്.